ഹലോ. അപ്പോൾ ഇന്നൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഐഫോൺ ഒരു XS Max ആണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് റീസ്റ്റാർട്ട്. ഓക്കെ, ഇത് തനിയെ റീസ്റ്റാർട്ട് ആവുക, ലോഗോ വരിക, എന്തോ ഒരു നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ കംപ്ലൈൻറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പെട്ടെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഐഫോണിൽ പാനിക് ലോഗോ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അധികം കംപ്ലൈൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മിക്ക ആൾക്കാർക്ക് അറിയില്ല ഈ പാനിക് ലോഗോ എങ്ങനെ റീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കുന്നത്, മിക്ക ടെക്നീഷ്യന്മാർക്കും അറിയില്ല. അപ്പോൾ അതെങ്ങനെ പറഞ്ഞു തരാം. ഓക്കെ, ഐഫോണിൽ സെറ്റിങ്സ് എടുക്കുക, പ്രൈവസി ഡാറ്റ, പെട്ടെന്ന് പറഞ്ഞു തരാം കേട്ടോ. സെറ്റിങ്സ് എടുക്കുക, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുക്കുക. ഓക്കെ, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, അതിനകത്ത് ലാസ്റ്റ് അനലിറ്റിക് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, ഇതിൽ അനലിസ്റ്റിക് ഡാറ്റ എടുക്കുക, താഴോട്ട് ഡ്രാഗ് ചെയ്തതിന് ശേഷം പാനിക് എന്നടിക്കുക കേട്ടോ. PANI പാനിക് ഫുൾ ലോഗോ വരും. നമ്മളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് നോക്കി സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് നോക്കി നമുക്ക് ഓക്കെ ഫോൺ ഓഫ് ആയി. ഓക്കെ, അപ്പം ഇതുപോലൊരു ടേബിള് അല്ല, ഇതുപോലൊരു ടേബിള് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഫോണിൻ്റെ ഒട്ടുമിക്ക കംപ്ലയിൻസും ഇതിനകത്ത് ഉണ്ട്. കണ്ടോ, ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നറിയോ? ഇത് നമ്മളെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ZXW സോഫ്റ്റിൻ്റെ ഡാറ്റ അനലിസ്റ്റിക് ഓഫ് ഡയഗ്നോസ്റ്റിക് ലോഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കാം. മേലെ ലിങ്ക് കിടപ്പുണ്ട്, നോക്കിയാൽ മതി. ഓക്കെ, അത് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾക്ക് പോയിട്ട് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഈ പാനിക് ലോഗോ റീഡ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ PC-യിൽ ഫോൺ കണക്ട് ചെയ്തതിന് ശേഷം പാനിക് ലോഗോ അനലൈസർ എന്ന് പറഞ്ഞ ടൂള് ഡൗൺലോഡ് ചെയ്യാം. അത് ചെറിയ MB ഉള്ളൂ. അതല്ലെങ്കിൽ 3U ടൂളിൽ നമുക്ക് നോക്കാം. എളുപ്പത്തിലുള്ളതാണ് പാനിക് ലോഗോ അനലൈസർ. നമ്മൾ കണക്ട് ചെയ്യുക, റീഡ് ചെയ്യുക. ഇപ്പോൾ അഥവാ കിട്ടിയില്ലെങ്കിൽ ഈ ഫോണിനകത്തുള്ള പാനിക് ലോഗോ നമ്മൾ വേറൊരു വാട്സപ്പ് വഴി എന്തെങ്കിലും ഷെയർ ചെയ്തതിന് ശേഷം അതിനകത്ത് നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് കിട്ടിയ കോഡ് ഞാനിവിടെ കാണിക്കാം. ഓക്കെ, അല്ല, അപ്പോൾ ഇതിനകത്ത് ഉള്ള ഈ കോഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. I2C08 സീരീസിനാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് കൂടുതലായിട്ട് വരുന്ന കംപ്ലയിൻറ്റ് ചെക്ക് ദ ചിപ്പ് ആൻഡ് ആക്സസറീസ്, അതായത് ചാർജിങ് സ്ട്രിപ്പ്, മൈക്ക്, I2C ലൈൻ വരുന്ന ആ സ്ട്രിപ്പാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. ഓക്കെ, നമുക്ക് ഈ ഒരു ടേബിൾ ഉള്ള കാരണം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 10 പേജ് വരുന്ന ഒരു ഇൻഫർമേഷൻ ആട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കംപ്ലയിൻറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. നോക്കുക, നമ്മൾ ചാർജിങ് സ്ട്രിപ്പ് മാറ്റി സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇറർ കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടേബിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പോയി ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ സൈറ്റിൽ പോയി നോക്കാം. ഞാൻ അയച്ചു തരുന്ന ലിങ്കിലൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്തേക്കണേ.